Hello everyone, welcome to G-Board Class 8. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Board 8ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ആറാമത്തെ ചാപ്റ്റർ ആണ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി അല്ലെ, വിഭവ വിനിയോഗവും സുസ്ഥിരയും. ഈ ചാപ്റ്ററിൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിന് 3 കാര്യം നിങ്ങൾ കമന്റ് ചെയ്യണം. ഒന്ന്, ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ. രണ്ടാമത്, നിങ്ങൾ സോഷ്യൽ സയൻസ് എത്ര ചാപ്റ്റർ പഠിച്ചിട്ടില്ല. മൂന്നാമത്, നിങ്ങൾ സോഷ്യൽ സയൻസ് ടഫ് ആണോ ഈസി ആണോ. ഈ 3 കാര്യങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ ഇതിനൊക്കെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇന്നത്തെ രാത്രി ലൈവിൽ സെറ്റ് ആക്കും. സോ ലൈവിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആ ലൈവിന് ശേഷം നോട്ട് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായി നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ പിടിച്ചോ. അനലൈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ മെറ്റാലിക് മിനറൽസ് ആൻഡ് ഫെറസ് മെറ്റാലിക് മിനറൽസ് ആൻഡ് നോൺ ഫെറസ് മെറ്റാലിക് മിനറൽസ് അല്ലെ. ഇരുമ്പിന്റെ അംശമുള്ള ധാതുക്കളും ഇരുമ്പിന്റെ അംശമില്ലാത്ത ധാതുക്കളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ മെറ്റാലിക് മിനറൽ ഫെറസ് മിനറൽസ് ആൻഡ് നോൺ ഫെറസ് മിനറൽസ് ആണ് ചോദിച്ചത്. ഫെറസ് മെറ്റൽസും നോൺ ഫെറസ് മെറ്റൽസും, ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങളും ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഇരുമ്പിന്റെ അംശമുള്ളത് ഒന്ന് അപ്പിയർ ഗ്രേ, ചാര നിറത്തിൽ കാണപ്പെടുന്നു. മാഗ്നറ്റിക് ഇൻ നേച്ചർ, കാന്തിക സ്വഭാവമുള്ളവ. ഹെവിയാണ്, ഭാരം കൂടുതലാണ്. ഇനി നോൺ ഫെറസ് അഥവാ ഇരുമ്പിന്റെ അംശമില്ലാത്തതോ അപ്പിയർ ഇൻ ഡിഫറെന്റ് കളേഴ്സ്, വിവിധ നിറങ്ങളിൽ കാണപ്പെടുന്നു. നോൺ മാഗ്നറ്റിക് ആണ്, അതായത് കാന്തിക സ്വഭാവം ഇല്ലാത്തവയാണ്. റിലേറ്റീവ്ലി ലൈറ്റ് വെയിറ്റ് അഥവാ താരതമ്യേന ഭാരം കുറവാണ്. പഠിച്ചു വെച്ചിട്ടോ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്? ക്വസ്റ്റ്യൻ വളരെ വലുതാണ്, പക്ഷെ ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഒഡീഷയിൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, ഇരുമ്പൊരുക്ക് വ്യവസായം വളരെ കൂടുതലാണ്. ഒഡീഷയിൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, ഇരുമ്പൊരുക്ക് വ്യവസായം ഇത്രയും കൂടാനുള്ള കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങൾ? ഒന്നാമത്തെ എന്താ? ഒഡീഷ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ അല്ലെ. ഒഡീഷയുടെ പിന്നെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, അതായത് അവിടെ നല്ല രീതിയിൽ എന്ത് കിട്ടുന്നുണ്ട്? മിനറൽ അഥവാ ധാതുക്കൾ കിട്ടുന്നുണ്ട്. വാട്ടർ അഥവാ വെള്ളം കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, ഇരുമ്പൊരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അയണോറും കോളും ഇരുമ്പായാലും കൽക്കരിയും ഇവിടെ ധാരാളമായിട്ട് കിട്ടുന്നില്ല. അയണോർ കിട്ടുന്ന എവിടെയാ? ഒന്ന് കിയോഞ്ചറിലാണല്ലേ. എവിടെയാണ്? കിയോഞ്ചറിൽ നല്ല രീതിയിൽ എന്ത് കിട്ടുന്നുണ്ട്? അയണോർ ഉണ്ട്, ഇരുമ്പയിലുണ്ട്. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഇവിടെയൊക്കെ നല്ല രീതിയിൽ എന്ത് കിട്ടുന്നു? അയണോർ കിട്ടുന്നു. അത് മാത്രമല്ല, ഈ അയണോർ ഇൻഡസ്ട്രി അഥവാ ഇരുമ്പുരുക്ക് വ്യവസായക്ക് എന്താവശ്യമാണ്? കോൾ അഥവാ കൽക്കരി ആവശ്യമാണ്. അത് എവിടെ കിട്ടുന്നുണ്ട്? താൽച്ചർ റീജിയനിൽ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, നല്ല രീതിയിൽ റെയിൽ ആൻഡ് റോഡ്, നല്ല രീതിയിൽ റെയിലും റോഡും നെറ്റ്വർക്ക് എവിടെയുണ്ട്? ഇവിടെ ഉണ്ടെന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഒഡീഷയുള്ള പരാദീപ് പോർട്ട്, പരാദീപ് തുറമുഖം, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഒഡീഷയിൽ എന്ത് ചെയ്തു? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി കൂടി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആണ്. വിച്ച് ആർ ദി മേജർ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ലൊക്കേഷൻ ഓഫ് എ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി? ഒരു ഇരുമ്പുരുക്ക് വ്യവസായത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്, നോൺ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സും ഉണ്ട് കേട്ടോ. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളും ഉണ്ട്, ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാ? ഒന്ന് ടോപ്പോഗ്രഫി അഥവാ ഭൂഘടനയാണ്. വെതർ അഥവാ കാലാവസ്ഥയാണ്. വാട്ടർ അഥവാ ജലമാണ്. എനർജി അഥവാ ഊർജ്ജമാണ്. റോ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത വസ്തുക്കളാണ്. അതെന്താണ്? ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് അഥവാ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളാണ്. ഈ നോൺ ജിയോഗ്രഫിക്കലോ? ക്യാപിറ്റൽ അഥവാ മൂലധനമുണ്ട്, ഓർഗനൈസേഷൻ അഥവാ സംഘാടന ഉണ്ട്, മാർക്കറ്റ് അഥവാ വിപണിയുണ്ട്, ഗവൺമെന്റ് പോളിസീസ് അഥവാ ഗവൺമെന്റ് നയങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതം. ഈ പോയിന്റ്സ് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ പഠിച്ചു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പൊല്യൂഷൻ and explain different types of pollution? എന്താണ് മലിനീകരണം? വിവിധ തരം മലിനീകരണങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ് ചോദ്യം. എന്താണ് പൊല്യൂഷൻ? പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അൺഡിസൈറബിൾ കോൺസിക്വൻസ് ഓഫ് ദ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എയർ, വാട്ടർ, സോയിൽ അല്ലെ. വായു, ജലം, മണ്ണ് എന്നിവയുടെ ഭൗതികമോ രാസപരമോ ആയ ജൈവികമായ സവിശേഷത ഉണ്ടാകുന്ന മാറ്റത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? പൊല്യൂഷൻ അഥവാ മലിനീകരണം എന്ന് വിളിക്കുന്നു. അത് എയർ പൊല്യൂഷൻ അല്ലെ. നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് എന്ത് ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മീഥൈൻ പോലുള്ള ഗ്യാസ് എന്ത് ചെയ്യുന്നു? ഫാക്ടറിയിൽ നിന്ന് നമ്മുടെ എയറിലേക്ക് എത്തുമ്പോൾ എയർ എന്തായി മാറും? പൊല്യൂട്ടഡ് ആയിട്ട് മാറും. ഇനി വാട്ടർ പൊല്യൂഷൻ എന്താ? നമ്മൾ ഈ ഫാക്ടറിയിൽ നിന്ന് കെമിക്കലും അതേപോലെ ഈ മിക്സ് ആയിട്ടുള്ള ഈ സാധനം എന്ത് ചെയ്യാണ് അല്ലെ, ഈ ഒരു കെമിക്കൽ മിക്സ് ആയിട്ടുള്ള ഈ ഒരു വെള്ളം എന്ത് ചെയ്യാണ്? നമ്മൾ എന്ത് ചെയ്യാണ്? വാട്ടർ റിസോഴ്സസിലേക്ക്, ജലത്തിന്റെ സ്രോതസ്സിലേക്ക് നമ്മൾ ഒഴുക്കി വിടുകയാണെങ്കിൽ എന്തായിട്ട് മാറും? വാട്ടർ പൊല്യൂഷൻ അഥവാ ജലമലിനീകരണമായിട്ട് മാറും. ഇനി സോയിൽ പൊല്യൂഷൻ അഥവാ മണ്ണ് മലിനീകരണം എന്താണ്? നമ്മൾ ഈ ഫാക്ടറിയിൽ നിന്ന് പുറം തള്ളുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, ആ വേസ്റ്റ് എന്ത് ചെയ്യും? മണ്ണിലേക്ക് കലർന്നു കഴിഞ്ഞാൽ മണ്ണ് എന്തായിട്ട് മാറും? പൊല്യൂട്ടഡ് ആയിട്ട് മാറും. അതാണ് സോയിൽ പൊല്യൂഷൻ. അടുത്തെന്താടാ? നോയിസ് പൊല്യൂഷൻ ഉണ്ട് അല്ലെ, ശബ്ദ മലിനീകരണം. ഈ ഫാക്ടറിയിൽ വലിയ വലിയ മെഷീൻസ് ഉണ്ടല്ലോ, ആ മെഷീൻസ് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ചെവിയെയും തലച്ചോറിനെയൊക്കെ ബാധിക്കുന്നു. അതാണ് എന്ത്? നോയിസ് പൊല്യൂഷൻ. പഠിച്ചു വെച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് മീൻ ബൈ കൺസർവേഷൻ ഓഫ് റിസോഴ്സസ്? എക്സ്പ്ലെയിൻ ദ വാരിയസ് മെത്തഡ് യൂസ് ദ കൺസർവ് നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ മെയ്ഡ് റിസോഴ്സ്. എന്താണ് വിഭവ സംരക്ഷണം? അതിൽ സംരക്ഷിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ എന്താണ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് പറഞ്ഞാൽ? കൺസർവേഷൻ ഓഫ് റിസോഴ്സ് ഇസ് എ പ്രോസസ് ഓഫ് എൻഷുറിംഗ് ദ അവൈലബിലിറ്റി ബൈ അവോയ്ഡിങ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ത്രൂ ജുഡീഷ്യസ് യൂസ് അല്ലെ. വിവേകപൂർവമായ ഉപയോഗത്തിലൂടെ വിഭവങ്ങളുടെ അമിതമായ ചൂഷണം ഒഴിവാക്കി
വിഭവ ലഭ്യത ഉറപ്പുവരുത്തുക. അതായത് നമ്മൾ വിഭവങ്ങൾ അധികമായിട്ട് വേസ്റ്റ് ആക്കാതെ ആവശ്യമായ രീതിയിൽ ഉപയോഗിച്ച് എല്ലാവർക്കും വിഭവങ്ങൾ എത്തുന്നത് ഉറപ്പുവരുത്തുക. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? വിഭവ സംരക്ഷണം. ഈ വിഭവ സംരക്ഷണത്തിനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഒന്ന് റീസൈക്ലിംഗ് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ പുനരുപയോഗം ഉണ്ട്. വാട്ടർ കൺസർവേഷൻ, ജലസംരക്ഷണം ഉണ്ട്. എനർജി കൺസർവേഷൻ, ഊർജ്ജ സംരക്ഷണം ഉണ്ട്. ഫോറസ്റ്റ് കൺസർവേഷൻ അഥവാ വന സംരക്ഷണമുണ്ട്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും? ഈ ചാപ്റ്റർ ചോദിക്കും. ഇത് മാത്രമല്ല ചോദിക്കുക, വേറെയും ക്വസ്റ്റ്യൻസും വേറെയും ടോപ്പിക്കിനും ക്വസ്റ്റ്യൻ എന്നൊക്കെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? രാത്രിത്തെ ലൈവിൽ സെറ്റ് ആക്കും. സോ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യുക, എല്ലാം സെറ്റ് ആക്കുക. ഓക്കെ, ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്തോ. ഈ ഒരു നോട്ട് കിട്ടാൻ, ലൈവിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നോട്ട് കിട്ടാനായിട്ട് ക്രിസ്മസ് എക്സാമിന് സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.